നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് തന്നെ ലോകത്തിന് അത്ഭുതമാണ്. പ്രപഞ്ചത്തിൻ്റെ അഖില ചരാചരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ രണ്ടു പേരുകളാണ് അഹ്മദ്, മുഹമ്മദ് എന്ന്. ഈ രണ്ടു പേരുകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം വരെ ഒരാൾക്ക് പോലും വെക്കപ്പെട്ടിരുന്നില്ല എന്ന് ചരിത്രത്തിൻ്റെ ഏടുകളിൽ നമുക്ക് വായിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരാൾക്ക് പോലും ഈ പേരുകൾ വെക്കപ്പെട്ടിരുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായി എൻ്റെ മകൻ പ്രവാചകനാവണമെന്ന പ്രതീക്ഷ മുഖേന ചില ആളുകളൊക്കെ തങ്ങളുടെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതല്ലാതെ ഒരാൾക്കും മുഹമ്മദ് എന്നോ അഹമ്മദ് എന്നോ പേര് വെക്കപ്പെട്ടതായി ചരിത്രത്തിൻ്റെ രേഖകളിൽ എവിടെയും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട വല്ലിപ്പ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാഹു മുഹമ്മദൻ, മുഹമ്മദ് എന്ന് പേരിട്ടപ്പോൾ അറേബ്യൻ സമൂഹത്തിലുണ്ടായിരുന്ന ആളുകൾ, എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ മകന് മുഹമ്മദ് എന്ന് പേരിട്ടത്? നിങ്ങളുടെ പിതാക്കന്മാർ, നമ്മുടെ പൂർവീകന്മാരുടെ പിതാക്കന്മാരുടെയും പിതാവിൻ്റെയും പേരിട്ട് പോന്നിരുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്ന് മാറി ഒരു പുതിയ പേരിട്ടത് എന്തിനാണ് എന്ന് അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കുന്ന സാഹചര്യം നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൈമാറിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മുഹമ്മദ് എന്ന പേരിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങുമ്പോൾ, അഹ്മദ് എന്ന പേരിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. മുഹമ്മദ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? മുഹമ്മദ് എന്ന പദത്തിൻ്റെ അർത്ഥം സ്തുതിക്കപ്പെടേണ്ടവൻ എന്നാണ്. മുഹമ്മദ് എന്ന പദത്തിൻ്റെ അർത്ഥം സ്തുതിക്കപ്പെടേണ്ടവൻ. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കാൻ പോലും ഒരാൾക്ക് പഴുതില്ലാത്ത വിധമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിനെ സംവിധാനിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരെങ്കിലും ഒരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്തുതിക്കപ്പെടേണ്ടവനല്ല എന്ന് പറഞ്ഞാൽ, നബി തങ്ങളെ ആക്ഷേപിക്കപ്പെടേണ്ടവനാണ് എന്ന് പറഞ്ഞാലും മുഹമ്മദ് നബിയുടെ പേര് പറയേണ്ടി വരും. മുഹമ്മദ് എന്ന പദത്തിൻ്റെ അർത്ഥം സ്തുതിക്കപ്പെടേണ്ടവൻ എന്നാണ്. സ്തുതിക്കപ്പെടേണ്ടവൻ സ്തുതിക്കപ്പെടാൻ അർഹനല്ല എന്ന് പറയുന്നത് എത്രമാത്രം മണ്ടത്തരമാകും നമ്മൾ ചിന്തിച്ചു നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് നൽകിയ ആ പേരിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ രഹസ്യമാണ് മുത്തുനബിയെ ആക്ഷേപിക്കാൻ പോലും ഒരു ഇടവരുത്താത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പേരിനെ കൊണ്ട് സംരക്ഷിച്ചു. ആക്ഷേപിക്കാൻ വരുന്ന ആൾ ആക്ഷേപിതനാവുന്ന, അവൻ സ്വയം പരിഹാസ്യനാകുന്ന രൂപത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ പേരിനെ മാറ്റി. കാരണം മുഹമ്മദ് സ്തുതിക്കപ്പെടേണ്ടവൻ, അവൻ പ്രശംസിക്കപ്പെടേണ്ടതല്ല എന്നൊരാൾ വാദിച്ചു കഴിഞ്ഞാൽ അവൻ സ്വയം പരിഹാസ്യനാവുകയല്ലാതെ മറ്റെന്താണ് ചെയ്യുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു വെച്ച ഏറ്റവും വലിയ ഹിക്മത്തായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഹ്മദ് എന്ന പേരുണ്ട്. അഹ്മദിലെ മീമ് പോയാൽ പിന്നെ അത് അഹദാണ്. അഹ്മദിലെ മീമ് നഷ്ടപ്പെട്ടാൽ അത് അഹദാണ്. അഹദും തമ്മിലുള്ള വ്യത്യാസം ഒരു മീമിൻ്റെ വ്യത്യാസമാണ്. അത് മുഹമ്മദിൻ്റെ മീമാണ്. അഹ്മദിലൂടെ അഹദായ അള്ളാഹുവിലേക്ക് ചെന്നു ചേരാൻ കഴിയൂ. അഹ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പ്രപഞ്ചമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻകാലത്തുള്ള പ്രവാചകന്മാർ മുഴുവൻ വിശേഷിപ്പിച്ചത് അഹ്മദ് എന്ന പേരാണ്. ഈസാ നബി പറഞ്ഞത്, മൂസാ നബി പ്രാർത്ഥിച്ചത്, അള്ളാഹുവേ എന്നെ നീ അഹ്മദ് നബിയുടെ സമൂഹത്തിൽ പെടുത്തണേ എന്നാണ്. അഹ്മദ് നബിയുടെ സമുദായത്തിൽ എന്നെ പെടുത്തണേ എന്നാണ്. അഹ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന് മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിയ രേഖകളിലെല്ലാം ഉള്ളത് അഹ്മദ് എന്ന പേരാണ്. തിരുനബിയുടെ ജനനത്തിനു ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദ് എന്ന പേര് പറയപ്പെടുന്നത്. അഹ്മദ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഏറ്റവും സ്തുതിക്കുന്നവൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും സ്തുതിച്ചു. ആരെ സ്തുതിച്ചു? അള്ളാഹുവിനെ ഏറ്റവും സ്തുതിച്ചു. അള്ളാഹുവിനെ ഏറ്റവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്തുതിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദായി മാറി. അള്ളാഹുവിനെ ഏറ്റവും സ്തുതിച്ചപ്പോൾ ഏറ്റവും സ്തുതിക്കപ്പെടേണ്ട ആളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറി എന്ന് നമുക്ക് കാണാൻ കഴിയും. അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചപ്പോൾ ആ സ്തുതിയുടെ ഫലമായി ഏറ്റവും സ്തുതിക്കപ്പെടാൻ അർഹതയുള്ള ആളായി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറി. നബി തങ്ങളെ പറ്റി അഹ്മദ് എന്ന് പറയുന്ന വചനങ്ങളെല്ലാം തിരുനബിയുടെ ജനനത്തിന് മുമ്പുള്ള വചനങ്ങളിലാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പേ, ഈ ഭൗതിക ലോകത്തേക്ക് വരുന്നതിന്റെ മുമ്പേ അവിടുന്ന് ഹബീബ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഹംദ് ചെയ്തിരുന്നു, അല്ലാഹുവിനെ സ്തുതിച്ചിരുന്നു. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനനത്തിന് മുമ്പേ അല്ലാഹുവിനെ ഹംദ് ചെയ്തു. അങ്ങനെ അഹ്മദായി, ഹാമിദും കഴിഞ്ഞ് അഹ്മദ് എന്ന് പറയുന്ന പവിത്രതയിലേക്ക് എത്തി. അതിനർത്ഥം തിരുനബി ജനിക്കുന്നതിന്റെ മുമ്പേ ഇവിടെ ജീവിച്ചിരുന്നു എന്നാണ്. അത് തന്നെയാണല്ലോ പ്രമാണങ്ങൾ തെളിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂർ, അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം ലോകത്ത് ആദ്യമായി പടക്കപ്പെട്ടത് ആ പ്രകാശമാണ് എന്ന്. അഥവാ പ്രകാശമായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അള്ളാഹുവിനെ സ്തുതിക്കുന്ന സവിശേഷമായ സാഹചര്യം. ആ ഇസ്മിന്റെ ആ പേരുകളുടെ ഉള്ളറകളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെന്നാൽ ഒരുപാട് രഹസ്യങ്ങൾ കാണാൻ കഴിയും. അഹ്മദ് എന്ന വചനം നോക്കൂ നിങ്ങൾ. അഹ്മദ് എന്നതിൽ ആയുണ്ട്. ആ എന്ന് പറയുന്ന അലിഫ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അലിഫ് എന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതൊരു നിൽക്കുന്ന ആളുടെ രൂപമാണ്, നിൽക്കുന്ന ആളുടെ രൂപമാണ്. ഹാ എന്ന പദത്തിനെ നമ്മൾ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ, ഹാ എന്ന് പറയുന്ന പദം, ഹാ എന്ന് പറയുന്ന പദത്തെ നമ്മൾ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ കുനിഞ്ഞു നിൽക്കുന്ന ഒരാളുടെ രൂപമാണ് ഹാ, കുനിഞ്ഞു നിൽക്കുന്ന ഒരാളുടെ രൂപം. നോക്ക് നിങ്ങൾ, മീം എന്ന് പറയുന്ന രൂപത്തിലേക്ക് വരുമ്പോൾ സുജൂദ് ചെയ്യുന്ന ഒരാളുടെ രൂപത്തിലേക്കാണ്. സുജൂദ് ചെയ്യുന്ന, സാഷ്ടാംഗം നമിക്കുന്ന ഒരാളുടെ രൂപത്തെയാണ് മീം സൂചിപ്പിക്കുന്നത്. മീം നമ്മൾ സൂചിപ്പിക്കുമ്പോൾ സുജൂദ് ചെയ്യുന്ന ഒരാളുടെ രൂപം. ദാലിലേക്ക് കടന്നു വന്നാൽ ഇരിക്കുന്ന ഒരാളുടെ രൂപം. അഥവാ അഹ്മദ് എന്ന പേര്, അഹ്മദ് എന്ന പദത്തിലെ ഓരോ അക്ഷരങ്ങളും നിസ്കാരം നിർവഹിക്കുന്ന ഒരു വ്യക്തിയുടെ രൂപത്തിലേക്ക് സൂചന നൽകുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നോക്കണം നിങ്ങൾ, അഹ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദ് എന്ന പേരിലേക്ക് കടന്നു വരുമ്പോൾ ആ മഹത്വത്തിന്റെ, ആ പേരിന്റെ മഹത്വം എത്രത്തോളം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു മക്കൾക്ക് നിങ്ങൾ മുഹമ്മദ് എന്ന പേരിട്ട് കഴിഞ്ഞാൽ അവനെ നിങ്ങൾ അടിക്കാൻ പാടില്ല എന്ന്, നിങ്ങൾ അവനെ അടിക്കരുത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഇതിനു കാരണം? ആ പേരിന്റെ മഹത്വമാണ്. മുഹമ്മദ് എന്ന പേരിന്റെ ഏറ്റവും വലിയ പെർഫെക്റ്റ് ആയ അതിന്റെ ശ്രേഷ്ഠതയാണ് നമുക്കത് സൂചിപ്പിച്ച് തരുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ്, ആ പദത്തിന്റെ രഹസ്യങ്ങൾ ഇനിയുമുണ്ട്. അഹ്മദ് എന്ന പദത്തിന്റെ രഹസ്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അഹ്മദ് കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദിലേക്ക് നമ്മൾ വരികയാണ്. നോക്ക് നിങ്ങൾ, മുഹമ്മദ് എന്ന പദത്തിന്റെ അർത്ഥം നോക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാതെ ഒരാൾ സത്യവിശ്വാസിയാവുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതുകൊണ്ട് ഒരാൾ മുസ്ലിം ആവുകയില്ല. ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് കൂട്ടണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കൂട്ടണം. ആ പേര് കൂട്ടാതെ ഒരിക്കലും മുസ്ലിം ആവുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദത്തിൽ 12 അക്ഷരങ്ങളുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന പദത്തിലും 12 അക്ഷരങ്ങളുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹിലും 12 അക്ഷരങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അതിലെ ഒരൊറ്റ ഹർഫിൽ പോലും ഒരു പുള്ളി പോലുമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോഴും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പദത്തിലെ ഒറ്റ ഹർഫിലും പുള്ളിയില്ല. അത്ഭുതമാണ് തൗഹീദിന്റെ വചനത്തിലെ അത്ഭുതം. തൗഹീദിന്റെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള അത്ഭുതമാണ്. നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹു എന്നത് 4 അക്ഷരമാണ്. അല്ലാഹു എന്നത് 4 അക്ഷരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിൽ അല്ലാഹു എന്നത് 4 അക്ഷരമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിലെ മുഹമ്മദ് 4 അക്ഷരമാണ്. എന്നാൽ മുഹമ്മദ് എന്നതിലും അല്ലാഹ് എന്നതിലും ഒരു ശബ്ദുണ്ട്. മുഹമ്മദ് എന്നതിലും അല്ലാഹ് എന്നതിലും ഒരു ശബ്ദുണ്ട്. നോക്കണം നിങ്ങൾ, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിന്റെ 2ാമത്തെ വചനത്തിൽ മുഹമ്മദ് എന്ന പേര് കഴിഞ്ഞ് പിന്നീട് വരുന്നത് 8 അക്ഷരങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അല്ലാഹു ഒടുക്കത്തിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹിയിൽ മുഹമ്മദ് തുടക്കത്തിലാണ്. ഒന്ന് ഒടുക്കത്തിലും ഒന്ന് തുടക്കത്തിലും വന്നാൽ രണ്ടും ചേർന്ന് വന്നു എന്നാണ് അർത്ഥം. അഥവാ അല്ലാഹു ആകുന്ന അഹദിലേക്ക് എത്താനുള്ള മാർഗം മുഹമ്മദ് ആകുന്ന അഹ്മദിലൂടെയുള്ള
യാത്രയുടെ അത് സാധ്യമാകൂ എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന്റെ വചനങ്ങൾ നമ്മെ സൂചിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ഇടയിൽ മറകളില്ല, മുഹമ്മദ് നബിയുടെ ഇടയിൽ മറകളില്ല. ഇതാണ് മുഹമ്മദും അള്ളാഹുവും തൗഹീദിന്റെ വചനത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് വന്നതിന്റെ ഏറ്റവും വലിയ രഹസ്യം. അള്ളാഹുവിന്റെ മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലയിൽ അള്ളാഹ് എന്ന പദത്തിന്റെ മുമ്പ് 8 അക്ഷരമുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നതിന്റെ മുഹമ്മദ് എന്ന പദത്തിന്റെ പിന്നിൽ 8 അക്ഷരങ്ങളുണ്ട്. വളരെ വലിയ അത്ഭുതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. തീർന്നില്ലല്ലോ, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹമ്മദ് എന്ന് പറയുന്ന ആ പേര് നിങ്ങൾ എടുത്തു നോക്ക്, അതൊന്ന് ചരിച്ചെഴുതി നോക്ക്. മുഹമ്മദ്, മുഹമ്മദ് എന്ന് ചരിച്ചെഴുതി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും മീം ഒരു മനുഷ്യന്റെ തലയായി, മീം ഒരു മനുഷ്യന്റെ തലയായി നമുക്ക് കാണാൻ കഴിയും. ഹാ എന്ന പദം അവന്റെ കൈയായി നമുക്ക് അനുഭവപ്പെടും. നോക്കണം നിങ്ങൾ, ദാലിനെ മുഹമ്മദ്, മീമിനെ നമുക്ക് അവന്റെ അരക്കെട്ടായി കാണാൻ കഴിയും. ദാലിനെ ഒരു മനുഷ്യന്റെ കാലായി നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. അഥവാ ലോകത്ത് അൽ ഇൻസാനുൽ കാമിൽ, പരിപൂർണനായ ഒരു മനുഷ്യനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തെളിയിക്കുന്നതാണ് ആ പേര് പോലും. മുഹമ്മദ് എന്ന പേര് മാത്രം നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഒരു പേപ്പർ എടുത്തിട്ട് മുഹമ്മദ് എന്ന പേര് എഴുതി നോക്കുക. മീമ് ഒരു മനുഷ്യന്റെ തല പോലെ അനുഭവപ്പെടും. ഹാ ഒരു മനുഷ്യന്റെ കൈകളെ പോലെ അനുഭവപ്പെടും. മീമ്, രണ്ടാമത്തെ മീമ് ഒരു മനുഷ്യന്റെ അരക്കെട്ട് പോലെ അനുഭവപ്പെടും. ദാൽ ഒരു മനുഷ്യന്റെ കാല് പോലെ അനുഭവപ്പെടും. ഒരു മനുഷ്യന്റെ, ഒരു പരിപൂർണ മനുഷ്യന്റെ രൂപം മുഹമ്മദ് എന്ന പേരിൽ നമുക്ക് കാണാൻ കഴിയും. അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ ഇൻസാനുൽ കാമിലാണ് എന്നതിന്റെ, പരിപൂർണനായ മനുഷ്യനാണ് എന്നതിന്റെ ഉദാത്തമായ, സ്പഷ്ടമായ, വ്യക്തമായ തെളിവാണ് അത്. ആ നാമത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതങ്ങളുടെ രഹസ്യങ്ങൾ എത്രയാണ്! തിരുനബിയുടെ മുഹമ്മദ്, അഹ്മദ് എന്ന പേരിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ എത്രയാണ്! എണ്ണിയാൽ തീരാത്ത, എണ്ണിയാൽ പറയാൻ കഴിയാത്ത, നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത രഹസ്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ ഇസ്മിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ആഖിറത്തിൽ വിജയിക്കുന്ന, ദുനിയാവിൽ വിജയിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.